ബനീഥിമ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കുൽ ബനീഥിമ, അമ്മ പാലമായിരുന്നു എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 പാരഗ്രാഫ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്യാം, എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഉത്തരം പറയാം. മാഷ് പേര് പറയും, ആ സമയത്ത് നിങ്ങൾ അതിനുള്ള ആരോടാണ് ചോദിക്കുന്നത് അവര് അതിനുള്ള ആൻസർ പറയും. ഓക്കെ. അപ്പോ ഏത് ചാപ്റ്റർ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്? കുൽ ബനീഥിമ. കുൽ ബനീഥിമ, അമ്മ പാലമായിരുന്നു എന്നുള്ളത്. ആദ്യത്തെ ചോദ്യം, കുൽ ബനീഥിമ എന്ന കവിതയുടെ ലേഖകൻ ആരാണ്? അതൊന്ന് നിങ്ങൾ ആദ്യം ഉത്തരം പറയാ. ഒരാള് നരേന്ദ്ര പുണ്ടിരിക്. നരേന്ദ്ര പുണ്ടരിക്. ഓക്കെ. ആയിക്കോട്ടെ മാഷേ. അത് മാഷേ ഒരു കുറച്ച് ആൾക്കാർ എത്തിയിട്ടുള്ളൂ, 10-20 ആൾക്കാരായിട്ടുള്ളൂ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതല്ലേ? ഓക്കെ ഓക്കെ, എന്നാ ലാസ്റ്റ് ചോദിക്കാൻ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ, ശരിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ കുൽ ബനീഥിമ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ടെക്സ്റ്റില് ആദ്യത്തെ അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. പിന്നെ എടുക്കാനുള്ള ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? അമ്മ കുടുംബത്തില് എന്തായിരുന്നു? ഈ സഹോദരങ്ങൾക്കിടയിൽ, കുടുംബത്തില് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ എന്തായിരുന്നു? ഒരു പാലം പോലെ ആയിരുന്നു. അതായത് 2 ബന്ധങ്ങളെ, 2 വ്യക്തികളെ യോജിപ്പിക്കുന്നത്, 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെ യോജിപ്പിക്കുന്ന ഒരാളായിരുന്നു അമ്മ. ഒരു പാലത്തെ പോലെ. എങ്ങനെ? 2 റോഡുകൾ അല്ലെങ്കിൽ 2 തീരങ്ങളെ ഒരു പാലം യോജിപ്പിക്കുന്നത് പോലെ ഒരു കുടുംബത്തിലെ അമ്മ എന്തായിരുന്നു? സഹോദരങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആദ്യത്തിൽ. അതിനെ ഉപമിച്ചത് എന്തിനാണ്? വാഹനങ്ങളോടാണ് ഉപമിച്ചത്. അതായത് വാഹനങ്ങൾ എത്തരത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, അത്തരത്തിൽ അമ്മ എന്ത് ചെയ്യും? ഈ സഹോദരങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നമ്മൾക്കിടയിൽ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. ഫസ്റ്റ് പാരഗ്രാഫിൽ അതായിരുന്നു. രണ്ടാമത്തെ എന്തായിരുന്നു? അമ്മയുടെ പ്രാധാന്യത്തെ കുറിച്ച്. പിതാവിന് ശേഷം, അതായത് പിതാവ് അച്ഛന്റെ മരണശേഷമോ അല്ലെങ്കിൽ അച്ഛന് വീട്ടിലില്ലാത്ത സമയത്തോ ആയിരിക്കും എന്താണ് ആ കുടുംബത്തിൽ നിയന്ത്രിക്കുന്ന ആളായിരുന്നു അമ്മ. ആ സമയത്തായിരുന്നു അമ്മയുടെ എന്താണ് ഈ ശരിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്തായിരുന്നു. അപ്പോ അച്ഛന്റെ കാലശേഷമാണ് എന്ത് ചെയ്യുന്നത്? അമ്മക്ക് ശരിക്കും ആ ഒരു റോള് വരുന്നത് എന്നുള്ള ഒരു വിഷയമായിരുന്നു രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നു. മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്യുന്നു? നമ്മള് അമ്മക്ക് വയസ്സായി കഴിഞ്ഞാൽ എന്താണ് അമ്മ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ ശബ്ദത്തെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ അനുസരിക്കും, ചിലപ്പോൾ അനുസരിക്കാണ്ടിരിക്കും. പണ്ട് അനുസരിച്ചിരുന്ന പോലെ ഇപ്പൊ നമ്മൾ അനുസരിക്കുന്നില്ല. അതായത് അമ്മക്ക് ആരോഗ്യമുള്ള സമയത്ത് അമ്മ ഓടിച്ചാടി നടന്ന് നമുക്കിടയിൽ എല്ലാ കാര്യങ്ങൾ നിറവേറ്റി തന്ന സമയത്ത് നമ്മള് ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ അമ്മ പറഞ്ഞ് കേൾക്കുന്ന കാര്യം ഇന്ന് നമ്മൾ കേൾക്കുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ഇനി നമുക്ക് എടുക്കാനുള്ള ഭാഗത്തേക്ക് കടക്കാം. 4ാമത്തെ പാരഗ്രാഫിലേക്ക് നോക്കുക. കണ്ടില്ലേ? 4ാമത്തെ പാരഗ്രാഫ് വായിക്കുന്നുണ്ട്, അതിന്റെ അർത്ഥവും പറഞ്ഞു തരുന്നുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഓക്കെ, റെഡിയല്ലേ നിങ്ങൾ എല്ലാവരും? ഇവിടുത്തെ പാരഗ്രാഫ് മുതൽ ഞാൻ തുടങ്ങുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കും. हाथों हाथ रहती माँ एक दिन हमारे कंधे में आ गई. हाथों हाथ അതൊരു പ്രയോഗമാണ്. ഇങ്ങനെ ഹാത്തോ ഹാത്ത് നമ്മുടെ കൈകളിൽ. ഹാത്തോ ഹാത്ത്, ഹാത്തിന്റെ മീനിങ് വരുന്നത് കൈ എന്നാണ്. ഹാത്തോ ഹാത്ത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈകളിൽ ഉണ്ടായിരുന്ന അമ്മ ഏക് ദിൻ ഒരു ദിവസം ഹമാരെ കന്തോമയാകെ ഞങ്ങളുടെ ചുമലിലായി. അതായത് സാധാരണ രീതിയിൽ ജീവിച്ചിരുന്ന അമ്മ ഞങ്ങൾക്കിടയിൽ സാധാരണ ഒരു സദസ്സ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തില് ഓരോ അവയവത്തിന് പ്രാധാന്യമുണ്ടല്ലോ. കണ്ണില്ലാത്തവർക്ക് കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ. അതുപോലെ തന്നെ നാവില്ലാത്തവനെ നാവിന്റെ വില അറിയും. അത്തരത്തില് ഒരു കുടുംബത്തിലെ ഒരു സദസ്സിനെ പോലെ കഴിഞ്ഞിരുന്ന അമ്മ അവസാനം അമ്മക്ക് വയസ്സായ സമയത്ത് മക്കൾക്ക് തോന്നിയ എന്താണ്? അമ്മ ഞങ്ങളുടെ ചുമലിലായി എന്നാണ്. അപ്പൊ അതാ പറയണത്, മക്കളുടെ ആ ഒരു വികാരത്തെയാണ് എന്ത് ചെയ്യുന്നത് കവി ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഹാത്തോ ഹാത്ത് രഹത്തിമ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞിരുന്ന, കൈകളിൽ ഉണ്ടായിരുന്ന അമ്മ ഏക് ദിൻ ഒരു ദിവസം എന്ത് ചെയ്തു? ഹമാരെ കന്തോമെ ആകെ ഞങ്ങളുടെ
ചുമലിലായ പോലെ ഞങ്ങൾക്ക് തോന്നി. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗെ, ഞങ്ങൾ മെല്ലെ മെല്ലെ അത് അനുഭവിക്കാൻ തുടങ്ങി. മക്കളുടെ ആ വികാരത്തെയാണ് കവി പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗെ ഹം, ഞങ്ങൾ ആ ഒരു അനുഭവം, ഏതനുഭവം? അമ്മ ഞങ്ങൾക്കൊരു ബാധ്യതയായി തീർന്നു എന്നുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ അനുഭൂതി ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. ഓ ധീരെ ധീരെ എന്ന് പറഞ്ഞ മെല്ലെ മെല്ലെ, മെഹസൂസ് അനുഭവിക്കുക, കർണേ ലഗെ ചെയ്യാൻ തുടങ്ങി, ഹം ഹം എന്ന് പറഞ്ഞ ഞങ്ങൾ, അപ്പനെ വൃഷഭ് കന്തോമി, അപ്പനെ എന്ന് പറഞ്ഞ ഞങ്ങളുടെ, വൃഷഭ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൃഷഭ് കന്തോം മറ്റ് വാക്കാണ്. ഞങ്ങളുടെ ചുമലുകളിൽ, ഞങ്ങളുടെ സാധാരണ ആയിട്ടുള്ള ചുമലുകളിൽ ഞങ്ങൾ എന്ത് ചെയ്തു? അമ്മ ഇന്നൊരു ബാധ്യതയായി എന്ന് നമുക്ക് തോന്നി തുടങ്ങി. മാ കാ ഭാരി ഹോന, അമ്മ ഒരു ഭാരമായി തീർന്നു എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മളുടെ ആരോഗ്യമുള്ള കാലത്ത് അമ്മ ഞങ്ങൾക്ക് ഞങ്ങൾക്കിടയിൽ ഒരു സദസ്സിനെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷെ അമ്മക്ക് വയസ്സായ സമയത്ത്, അമ്മക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാണ്ട് വയസ്സായ സമയത്ത് അമ്മ ഞങ്ങൾക്കൊരു ഭാരമായി തീർന്നു എന്ന് മക്കൾ പറയുന്ന, അല്ലെ മക്കളുടെ മനസ്സിൽ തോന്നുന്ന ഒരു പരാതിയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ സർ. ക്ലിയർ ആയി. അതിലെ അർത്ഥം ഒന്നുകൂടി നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടി പറയണോ? വേർഡ് മീനിങ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. അപ്പോ ഈ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? കഴിഞ്ഞ പാരഗ്രാഫിൽ അമ്മ മക്കൾക്ക് എന്തായിരുന്നു? ഒരു ഭാരമായി തീർന്നു. വയസ്സായപ്പോഴേ അമ്മക്ക്, വയസ്സായ സമയത്ത് അമ്മ മക്കൾക്കൊരു ഭാരമായി തീർന്നു. ആ മക്കൾക്ക് തോന്നിയ, മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യത്തെയാണ് എന്താ പറയുന്നത് കവി കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താണ്? ജബ് തക്, ജബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് മീനിങ് വരുന്നത്. ജബ് എന്ന് പറഞ്ഞ എപ്പോൾ. ജബ് തക് ഏതുവരെ, ജീവിത് രഹീമ അമ്മ ജീവിച്ചിരുന്ന കാലം, അമ്മ എത്ര കാലം ജീവിച്ചിരുന്നു അത്ര കാലം. എന്താണ്? ഹം ബദൽത്തെ രഹെ അപ്നെ കന്ദെ, ഹം എന്ന് പറഞ്ഞ ഞങ്ങൾ, ബദൽത്തെ രഹെ മാറ്റിക്കൊണ്ടിരുന്നു, അപ്പനെ ഞങ്ങളുടെ, കന്ദെ എന്ന് പറഞ്ഞ ചുമലുകൾ. അവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ചുമലുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. അതായത് അമ്മ ജീവിച്ചിരുന്ന കാലം വരെ ഞങ്ങൾ എന്നത് മക്കള് ഓരോ ദിവസം എന്തേതും അമ്മയെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസം ഈ വീട്ടിലാണെങ്കിൽ കുറച്ച് ദിവസം മറ്റൊരു മകന്റെ വീട്ടിൽ, മറ്റൊരു മകന്റെ വീട്ടിൽ. അത്തരത്തില് മക്കൾ എന്ത് ചെയ്തു? അമ്മയെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടേയിരുന്നു. മാ ആഖിർ മാഹി തോ ഹെ, അമ്മ അവസാനം അമ്മ തന്നെയല്ലേ. അതായത് അമ്മ ഇതെല്ലാം കാണുന്നുണ്ട്. എന്താണ്? മക്കൾ, ഞാൻ കാരണം മക്കൾ ബുദ്ധിമുട്ടുകയാണ്, അവർക്ക് ഞാനൊരു ബാധ്യതയായി തീർന്നു എന്ന് അമ്മക്ക് തോന്നുന്ന ഒരു അവസരത്തിൽ അമ്മ എന്ത് ചെയ്യുന്നു? മാ ആഖിർ മാഹി തോ ഹെ. അപ്പൊ അവിടെയാണ് കവി എന്ത് പറയുന്നത്? മാ ആഖിർ മാഹി തോ ഹെ, അമ്മ അവസാനം അമ്മ തന്നെയല്ലേ. മാ എന്ന് പറഞ്ഞ അമ്മ, ആഖിർ എന്ന് പറഞ്ഞ അവസാനം, മാഹി തോ ഹെ അമ്മ തന്നെയല്ലേ എന്നുള്ള ഒരു പ്രയോഗം. ബാർ ബാർ ഹമേ കന്ദേ ബദൽത്തെ ദേഖ്, ഇങ്ങനെ നിരന്തരമായിട്ട് മക്കൾ തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ട്, അതായത് ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട്, പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത്, ഒരു വീട്ടില് നിർത്താണ്ട് പല വീടുകളിലായിട്ട് അമ്മ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അത് കണ്ടുകൊണ്ട്, അത് മക്കൾക്കൊരു ബുദ്ധിമുട്ടായി എന്ന് തോന്നുന്നത് കൊണ്ട് എന്ത് ചെയ്തു? और माँ के कंधों से उतरते ही उतर गए हमारे कंधे, അമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് എന്ത് സംഭവിച്ചത്? മക്കൾക്കിടയിലുള്ള ഒരു ബന്ധം തന്നെ തകർന്നു പോയി. ഉദ്ദേശിക്കുന്നത് അമ്മ, ഈ അമ്മ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു പറഞ്ഞില്ലേ, കുട്ടികൾ മക്കളിൻ്റെ ഓരോ സ്ഥലത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഒരു വീട്ടിലേക്ക് ഇങ്ങനെ മാറ്റി കൊണ്ടുപോയി. അമ്മക്കൊരു സങ്കടമായത്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു? അമ്മക്ക് മരണം സംഭവിച്ച ശേഷം, അല്ലെങ്കിൽ അമ്മ മരണപ്പെട്ടതിന് ശേഷം എന്തായി? അതോടുകൂടി നമ്മള് ഈ കവിതയുടെ മെയിൻ തീമായിട്ടുള്ള എന്ത് ചെയ്തു? ആ പാലം, മക്കൾക്കിടയിലുള്ള
ആ പാലം മുറിഞ്ഞു പോയി. അതാണ് പറയുന്നത്. അവർ മാക്കെ കന്തോംസെ ഉത്തർത്തേഹി, അമ്മ കന്തോംസെ ഉത്തർത്തേഹി, അമ്മ ചുമലിൽ നിന്ന് ഇറങ്ങിയ പാട്, അതായത് അമ്മയുടെ കാലശേഷം എന്ത് ചെയ്തു? ഉത്തർ ഗയ ഹമാരെ കന്ത്, ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഷോൾഡർ ഉദ്ദേശിക്കുന്നത് കന്തം എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ബന്ധം അതോടെ ഇല്ലാണ്ടായിപ്പോയി. ഉദ്ദേശം ഇത്ര മാത്രമുള്ള എന്താണ്? അമ്മയായിരുന്നു ആ മക്കൾക്കിടയിൽ എന്തായിരുന്നത്? ഒരു പാലം ആയി പ്രവർത്തിച്ചിരുന്നു, ഒരു പാലം പോലെ നിന്നിരുന്നു. രണ്ട് മക്കൾക്കിടയിൽ ഒരു യോജിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഓടിച്ചാടി നടന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മ. പക്ഷെ അമ്മക്ക് വയസ്സായതോടെ അമ്മക്ക് എന്തായി? മക്കൾക്കിടയിൽ അമ്മ ഒരു ബാധ്യതയായി തീർന്നു. ആ ബാധ്യത കണ്ട് അമ്മ ഒരു കാലം ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയ സമയത്ത് എന്ത് ചെയ്തു? അതോടൊപ്പം ആ മക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം, ആ ഒരു പാലം ഇല്ലാണ്ടായി എന്നാണ് കവി പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ ഇതില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. രണ്ടാമത്തെ ചോദ്യം നിങ്ങളോട് ഞാൻ ഒന്നും കൂടി ഒന്ന് ചോദിക്കുന്ന, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസിന്റെ അവസാനത്തിൽ എനിക്ക് പറഞ്ഞു തരണം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ബൂഡാ രഹി ഹെ മാ, ഇസ്കാ ആശയ് ക്യാ ഹെ? ഇതാണ് കേട്ടോ, ഇതാണ് ചോദിക്കുന്നത്. ബൂഡാ രഹി ഹെ മാ എന്നല്ല ഈ ഒരു ചോദ്യം. ബൂഡാ രഹി ഹെ മാ, ഇസ്കാ ആശയ് ക്യാ ഹെ? അമ്മക്ക് വയസ്സായി കൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ ചോദ്യം. അത് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കൂ. നിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനം എനിക്ക് പറഞ്ഞു തരണം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇതാ ഈ ചോദ്യം. മാ ആഖിർ മാഹി തോ ഹെ, ഇസ്സെ അപ്നെ ക്യാ സംജ? ഇസ്സെ ആപ്നെ ക്യാ സംജ? അമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് തന്നെയല്ലേ? ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അമ്മ അവസാനം അമ്മ തന്നെയല്ലേ? അപ്പൊ ഈ കവിതയുടെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ടല്ലോ, എന്താണ്? അമ്മ ഇവരുടെ കുട്ടികളുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നല്ല. അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ ഉത്തരം വരേണ്ടത്. അമ്മ അവസാനം അമ്മ തന്നെയല്ലേ? ഇതുകൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ നമ്മള് ഇന്ന് എക്സാമിന് വരുന്ന ഈ ഒരു ചാപ്റ്റർ സംബന്ധിച്ച് കവിതകളിൽ നിന്ന് ഈ ഒരു പോയിന്റ് പറയാൻ വന്ന കാര്യം നല്ലോണം മനസ്സിലാക്കിയേക്കുക. കവിതകളിൽ നിന്ന് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ചോദ്യമായിട്ടുള്ള എന്തായിരിക്കും? ടിപ്പണി എന്ന് പറഞ്ഞാൽ ആസ്വാദനക്കുറിപ്പ്. അതായത് നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സിനിമ കാണുന്നതാണ്. ആ സിനിമ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കൂലേ? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കൂലേ? അപ്പോൾ നമ്മൾ ആ സിനിമയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു കൊടുക്കൂലേ? ഇങ്ങനെയായിരുന്നു, ഇന്നാളായിരുന്നു നടൻ, ഇന്നായിരുന്നു കഥ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ? അത്തരത്തില് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് സംഭവം വായിച്ചോ അതിന്റെ ആസ്വാദനക്കുറിപ്പ്, നമുക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള ആ കാര്യങ്ങൾ, നമുക്ക് എന്ത് തോന്നി ആ കാര്യങ്ങളെ എഴുതുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. ഈ കവിത പൊതുവെ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് 4 കവിതകളാണ് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ആ ഇൻഡെക്സ് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ ഇൻഡെക്സിൽ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ്. ആദ്യത്തെ യൂണിറ്റില് പുൽബനിധിമ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കവിത. അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റില് ജീനെ കി കല എന്ന് പറയുന്ന 3 ചാപ്റ്റർ. അതുപോലെ 3-4 കവിതകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ കവിതകളിൽ നിന്ന് നമുക്ക് എക്സാമിന് എന്താണ് വരുന്നത്? ഈ ടിപ്പണി എന്ന് പറയുന്ന ചോദ്യം, 4 മാർക്കിന്റെ ചോദ്യമായിട്ടുള്ള ടിപ്പണി, ആസ്വാദനക്കുറിപ്പാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? സാധാരണ ടിപ്പണി വന്നു കഴിഞ്ഞാല് നമുക്ക് ഏതൊക്കെ പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? കണ്ണും കൂട്ടി എഴുതാൻ പറ്റും എന്നുള്ള കാര്യത്തെ കുറിച്ച് കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ബുക്ക് എടുക്കുക. നോട്ട് ബുക്ക് എടുത്തിട്ട് ഒരു നോട്ട് ബുക്കിന്റെ 2 പുറങ്ങളുണ്ടാവുമല്ലോ, അതിൽ ഒരു ഭാഗത്ത്
ഇങ്ങനെ തന്നെ എഴുതണം, ഞാൻ പറയുന്ന പോലെ തന്നെ എഴുതണം. ഒരു ഭാഗത്ത് ഇപ്പൊ പറഞ്ഞു തരുന്ന പോയിന്റുകൾ നിങ്ങൾ എഴുതാം. രണ്ടാമത്തെ പുറത്ത് അതിന് ശേഷം ആ പോയിന്റുകളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ എഴുതിയിട്ടുള്ള കാര്യം ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കും ഇങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ റെഡിയാണോ? നോട്ടൊക്കെ എടുത്ത് എല്ലാവരും റെഡി ആയിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇതിലെ പേജിൽ നിങ്ങൾ അവിടെ ഒരു തലക്കെട്ട് ഇവിടെ ഇങ്ങനെ എഴുതാൻ തുടങ്ങും. ഒരു പേജിൽ എന്താണ് ടിപ്പണി എഴുതേണ്ട രീതി. ടിപ്പണി ബ്രാക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആസ്വാദന കുറിപ്പ്. ടിപ്പണി ബ്രാക്കറ്റിൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്, ആസ്വാദന കുറിപ്പ്. എന്നിട്ട് എഴുതേണ്ട രീതി എന്ന് തലക്കെട്ട് കൊടുക്കുക. എഴുതി കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കാട്ടോ. ടിപ്പണി അല്ലെങ്കിൽ ആസ്വാദന കുറിപ്പ് എഴുതേണ്ട രീതി. ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്, നിങ്ങളൊന്ന്. ടിപ്പണി ടിപ്പണി ഇങ്ങനെ എഴുതാം. ടിപ്പണി ബ്രാക്കറ്റിൽ ആസ്വാദന കുറിപ്പ് എന്ന് നിങ്ങൾ എഴുതിയേക്കാം. എഴുതിയോ? ടിപ്പണി അല്ലെങ്കിൽ ആസ്വാദന കുറിപ്പ് എന്ന് നിങ്ങൾ അവിടെ എഴുതിയേക്കാം. എഴുതേണ്ട രീതി എഴുതിയോ? എഴുതിയോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇനി നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതുന്ന സമയത്ത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ താഴെ താഴെ എഴുതുന്നുണ്ട്. ഓരോ പോയിന്റ് പറയുന്ന പോയിന്റ് എഴുതുക. ആദ്യത്തെ പോയിന്റ് കള്ളി വരക്കുക. അതായത് ഒരു ടിപ്പണി എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് എഴുതേണ്ടത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് കള്ളി വരക്കുക. എഴുതിയോ? കള്ളി വരക്കുക. ഫസ്റ്റ് പോയിന്റ് കള്ളി വരക്കുക. എഴുതിയോ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് തലക്കെട്ട്, അതായത് ഹെഡിങ്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് നിങ്ങൾ തലക്കെട്ട് അല്ലെങ്കിൽ ഹെഡിങ്. താഴെ താഴെ ഇങ്ങനെ എഴുതാം. ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു എന്താണ്, കള്ളി വരക്കുക. രണ്ടാമത്തെ പോയിന്റ് തലക്കെട്ട്. ഈ തലക്കെട്ട് എഴുതിയ സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, തലക്കെട്ട് എഴുതിയ ഭാഗത്ത് നിങ്ങൾ എഴുതേണ്ടത് ബ്രാക്കറ്റിലായിട്ട് നിങ്ങൾ എഴുതാൻ, അല്ലെങ്കിൽ താഴെ എന്താണ്, ചാപ്റ്ററിന്റെ പേരോ അല്ലെങ്കിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഒന്നെങ്കിൽ ചാപ്റ്ററിന്റെ പേര് അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടത് എന്തുമാവാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ എഴുതിയേക്കാം. എന്താണ് തലക്കെട്ട് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ചാപ്റ്ററിന്റെ പേര് അല്ലെങ്കിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് ആയിരിക്കണം എന്ന് എഴുതി വെക്കുക. ചാപ്റ്ററിന്റെ പേര് അല്ലെങ്കിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത്. എഴുതിയോ? ഓക്കെ. ഇനി മൂന്നാമത്തെ ഇതിലാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്താണ്, ഈ ഒരു വീട് പുതിയ വീടായിരിക്കും, അത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണ്, പ്രസ്തുത പങ്ക്തിയാം. പ്രസ്തുത പങ്ക്തിയാം എന്ന് എഴുതാം. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് നിങ്ങൾ പ്രസ്തുത പങ്ക്തിയാം. എഴുതിയോ? ഇതിന്റെ അർത്ഥം
തന്നിട്ടുള്ള വരികൾ പ്രസ്തുത് പംക്തിയാം. എന്റെ അർത്ഥം വരുന്നത് തന്നിട്ടുള്ള വരികൾ. എഴുതിയോ? പ്രസ്തുത് പംക്തിയാം അതിന്റെ അർത്ഥം വരുന്നത് തന്നിട്ടുള്ള വരികൾ. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ എല്ലാവരും അറിയിക്കാട്ടോ. പെട്ടെന്ന് നമുക്ക് എന്നാല് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അപ്പൊ പ്രസ്തുത പംക്തിയാം എന്ന് പറഞ്ഞാല് തന്നിട്ടുള്ള വരികൾ. അപ്പൊ ഇത് എന്തിനാണ് ഇപ്പൊ ഇത് എഴുതി തന്നിട്ടുള്ളത്? നമ്മള് ഒരു ടിപ്പണി ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഒരു കവിതയിലെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന കവിതയിൽ ചിലപ്പോൾ 3-ാമത്തെ പാരഗ്രാഫോ 4-ാമത്തെ പാരഗ്രാഫോ അല്ലെങ്കിൽ ചിലപ്പോ 2-ാമത്തെ പാരഗ്രാഫൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അറിയുന്ന ഈ കവിതയിൽ മൊത്തമായിട്ട് പറയുന്നത് എന്താണ്? അമ്മയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം എഴുതുമ്പോൾ ആ രീതി തന്നെ ആയിരിക്കണം ഉത്തരം എഴുതേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ചോദ്യം ഇതായിരിക്കും, എന്താണ്? തന്നിട്ടുള്ള വരികൾ ആശയം നിങ്ങൾ എഴുതുക എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. ടിപ്പണി, ആശയം എന്ന് പറഞ്ഞാൽ ടിപ്പണി നിങ്ങൾ എഴുതുക എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരത്തില് ആദ്യം കള്ളി വരയ്ക്കുക, രണ്ടാമത്തെ എന്ത് ചെയ്യുക? തലക്കെട്ട് കൊടുക്കുക, ചാപ്റ്ററിന്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ അമ്മയെ നമ്മൾ പൊക്കി പറഞ്ഞുകൊണ്ട് എന്ത് കൊടുക്കുക? അമ്മ ഇപ്പൊ ഉദാഹരണം അമ്മ ഒരു വരദാനമാണ് എന്ന് നമുക്ക് തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ അമ്മ ഏക്ക് വരദാൻ ഹെ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോ അറിയില്ല, നമുക്ക് തലക്കെട്ട് ഉണ്ടാക്കാനൊന്നും പിടുത്തില്ല, നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ചാപ്റ്ററിന്റെ പേരിന് കൊടുക്കേണ്ടതാണ് ഉൽ ബനീഥിമ എന്ന് കൊടുക്കുക. ഫസ്റ്റ് തലക്കെട്ട്. രണ്ടാമത്തെ എന്ത് ചെയ്യുക? അതിന്റെ താഴെ നമ്മൾ എഴുതേണ്ടതാണ് ഫസ്റ്റ് പ്രസ്തുത പംക്തിയാണ്. നമ്മളെ ചോദ്യം എന്ത് ചെയ്യുന്നു? തന്നിട്ടുള്ള വരികള് ആശയം എഴുതുക. അപ്പൊ നമ്മൾ എന്താണ്? തന്നിട്ടുള്ള വരികൾ ഇന്ന കവിതയിൽ നിന്ന് എടുത്തതാണ് എന്ന് എഴുതുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള പ്രസ്തുത പംക്തിയാം എന്ന് കൊടുത്തതാണ്. തന്നിട്ടുള്ള വരികൾ. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്തത് കവിതയുടെ പേര്. അടുത്ത പോയിന്റ് കവിതയുടെ പേര്. അടുത്ത പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് കവിതയുടെ പേര്. അടുത്ത പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് കവിതയുടെ പേര്. എഴുതിയോ? ഓക്കെ, ഇനി നമുക്ക് ഒരു വാക്കുകൂടി പരിചയപ്പെടാം. നമ്മളിപ്പോ ആദ്യം പ്രസ്തുത പംക്തിയാം എന്ന് പറഞ്ഞില്ല, എന്താണ്? തന്നിട്ടുള്ള വരികൾ എന്നുള്ള കവിതയിൽ നിന്ന് എടുത്തതാണ്. അതായത് ഉൽ ബനീഥിമ കവിതയിൽ നിന്ന് എടുത്തതാണ് എന്ന് എഴുതണം. അപ്പൊ അതിനുള്ള ഒരു ഐഡിയ ആണ്. ഇതുപോലെ ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി ഇനി നമുക്ക് എടുക്കാൻ പോകുന്ന കവിതകളിൽ മൊത്തം ടിപ്പണിയില് ആദ്യത്തെ പോയിന്റ് നമുക്ക് ഇതുപോലെ എഴുതാം. എന്ത് ചെയ്യാം? പ്രസ്തുത പംക്തിയാണെന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഇനി ഏത് കവിതയാണ് ഇനി എടുക്കാൻ പോകുന്ന ആ കവിതയുടെ പേര് ഇവിടെ എഴുതാം. അതിനുശേഷം ഇനി പറയാൻ പോകുന്ന പോയിന്റ് എഴുതാം. എന്താണ്? से लिया गया है. से लिया गया है. ഇതിന്റെ അർത്ഥം ഇല്ല, അത് കവിതയിൽ നിന്ന് എടുത്തതാണ്. സേ ലിയ ഗയാ ഹെ കവിതയിൽ നിന്ന്, അതായത് ഏത് കവിതയാണ്? കവിതയുടെ പേര് നമ്മൾ ഇവിടെ എഴുതിയല്ലോ. ഇൽ നിന്ന്, സേ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് അർത്ഥം വരുന്നത്. ലിയ ഗയാ ഹെ എടുത്തതാണ്. എഴുതിയോ? ഏത് മലയാളം കൂടി പറയോ? ഓ, മലയാളം ഒന്നും കൂടി പറയാം. സേ ലിയ ഗയാ ഹെ ഇൽ നിന്ന് എടുത്തതാണ്. നമ്മുടെ എഴുതിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇൽ നിന്ന് എടുത്തതാണ്. ഈ ഇൽ നിന്ന് എന്ന് വരുന്നത് ആ കവിതയുടെ പേര് ഇവിടെ ആദ്യം വരും. അതിന് ശേഷമാണ് ഇൽ നിന്ന് എടുത്തതാണെന്ന് വരുന്നത്. അതുകൊണ്ട് ഇത് എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആവും.
അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് എഴുതിയെടുക്കുക. സേ ലിയാ ഗയാ ഹെ, ഇൽ നിന്ന് എടുത്തതാണ്. നമ്മൾ ഗ്രാമർ എടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഗ്രാമർ ഒക്കെ എടുക്കൂലേ, ആ സമയത്ത് ഗ്രാമർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോ ഉദാഹരണം സേ എന്നുള്ള വാക്ക് ഇവിടെ തന്നു, ഇതിന്റെ ഒരു അർത്ഥമാണ് ഇൽ നിന്ന് എന്നുള്ളത്. ഇതുപോലെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാക്കി, കെ, അതുപോലെ തന്നെ മേ, പർ, തക്ക് എന്ന് പറഞ്ഞ കുറച്ച് പ്രത്യയങ്ങൾ എന്ന് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. അത് നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെന്റൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ ഗ്രാമർ എടുക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇത് 3 എഴുതിയെടുക്കാം. ഇത് എഴുതിയെടുത്തു എല്ലാവരും? ഓക്കെ, ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കവിതയെ കുറിച്ച് നമ്മൾ ആദ്യം എഴുതിയ 2 പോയിന്റുകൾ ഇല്ലേ, ഓർമ്മയുണ്ട്? 2 പോയിന്റുകൾ ഏതൊക്കെയാണ്? 2 പോയിന്റുകൾ ഒന്ന് വായിക്കോ. एक कविता है, यह एक कविता है. പിന്നെ इस कविता के लेखक हिंदी साहित्य के प्रमुख कवि नरेंद्र पुंडरीक है. അപ്പൊ രണ്ടിന്റെ അർത്ഥം എന്തായിരുന്നു? യഹ് ഏക കവിത ഹെ. നമ്മൾ ആദ്യം എന്ത് എഴുതിയത്? പ്രസ്തുത പംക്തിയാണ്, തന്നിട്ടുള്ള വരികൾ പുൽ ബനി ഥി മാ, കവിതയുടെ പേരാണ് പുൽ ബനി ഥി മാ, കവിതാസെ, കവിതയിൽ നിന്ന് എടുത്തതാണ് എന്ന് ഫസ്റ്റ് പോയിന്റ് നമ്മൾ എഴുതും. ഓക്കെ, തലക്കെട്ടിന് താഴെ. രണ്ടാമത്തെ നമ്മൾ എഴുതുന്ന 2 പോയിന്റുകളില്ലേ, ഇപ്പൊ തന്നെ നമ്മൾ എഴുതുമ്പോൾ തന്നെ 3 സെന്റൻസിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, കാണാപാഠം എഴുതിയ പോലെ. ഈ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഈ ഒരു വാക്ക് പഠിക്കണം. എന്താണ്? പ്രസ്തുത പംക്തിയാണ്. ഓക്കെ. രണ്ടാമത്തെ പഠിക്കേണ്ടത് നിങ്ങൾ ആ കവിയും കവിതയുടെ പേരും, ഏത് കവിതയാണോ ആ കവിത പഠിക്കണം. അതുപോലെ തന്നെ കവിത എഴുതിയ ആളാരാണോ അവരുടെ പേര് പഠിക്കണം. എല്ലാ ചാപ്റ്ററിലും 4 നമുക്ക് ടോട്ടലായിട്ട് 4 കവിതകൾ ഉണ്ടാകും പഠിക്കാന്. ആ 4 കവിതകളുടെയും എഴുതിയ ആളും കവിതയുടെ പേരും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നിർബന്ധമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ എഴുതിയ സംഭവമില്ലേ, അതൊന്ന് ചെയ്ത് നോക്കാം. അവിടെ ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു കള്ളി വരയ്ക്കുക. ഇങ്ങനെ കള്ളി വരച്ചു. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ത് ചെയ്യുന്നു? തലക്കെട്ട്. തലക്കെട്ട്. തലക്കെട്ട് എന്താണ്? നമ്മളെ കവിതയുടെ പേര്. ഒന്നെങ്കിൽ കവിതയുടെ പേര് എഴുതാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ വേറെ ഇതിൽ എഴുതാം. അപ്പൊ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാ, ഞാൻ എനിക്ക് തോന്നിയ ഒരു ആശയം തന്നെ, അമ്മ ഒരു വരദാനമാണ് എന്നുള്ള ഒരു തലക്കെട്ട് കൊടുക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ ഉൽബനി ഥിമ എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഉണ്ടാക്കി പറ്റുന്ന സംഭവം എഴുതാം. ഉൽബനി ഥിമ എന്ന് എഴുതിയോ? ഇത്ര വരെ നിങ്ങൾ എഴുതാം. കള്ളി വരയ്ക്കുക, ഉൽബനി ഥിമ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് വേറെ പേജിൽ, ഞാൻ പറഞ്ഞ 2 പേജുകൾ വേണമെന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരു പേജിൽ നമ്മൾ പോയിന്റ്സ് എഴുതുന്നത്, രണ്ടാമത്തെ പേജിൽ നിങ്ങൾ എന്ത് ചെയ്തതുപോലെ കള്ളി വരയ്ക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താണ്? തലക്കെട്ട് എഴുതാം. എഴുതി കഴിഞ്ഞോ? ഓക്കെ. ഇപ്പൊ നമ്മള് ഇത് പുൽബനി ഥിമ എന്നാണ് തലക്കെട്ട് കൊടുത്തത്. അതല്ല നമുക്ക് വേറൊരു തലക്കെട്ട് കിട്ടുമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് തലക്കെട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതുപോലെ എഴുതാം. അപ്പൊ നമ്മളിപ്പോ ഞാൻ ഒരു ഉദാഹരണം എഴുതുന്നത് എന്താണ്? മാ ഏക് വരദാൻ ഹെ. അമ്മ ഒരു വരദാനമാണ്, ഞാൻ ഒരു തലക്കെട്ട് കൊടുത്തു. ഈ ഫസ്റ്റ് പോയിന്റ് എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഫസ്റ്റ് പോയിന്റ് എന്ത് ചെയ്യുന്നു? തലക്കെട്ട്. തലക്കെട്ട് കഴിഞ്ഞതിന് ശേഷം
പ്രസ്തുത് പങ്ക്തിയാം. ഓക്കെ, അത് നിങ്ങൾ തന്നിട്ടുള്ള വരികൾ. തന്നിട്ടുള്ള വരികൾ അതിന്റെ ഹിന്ദി എന്താണ്? പ്രസ്തുത് പങ്ക്തിയാം. അതിവിടെ നിങ്ങൾ എഴുതാം. എന്താണ് പ്രസ്തുത് പങ്ക്തിയാം? പ്രസ്തുത് പങ്ക്തിയാം എന്ന് എഴുതാം. പ്രസ്തുത പങ്ക്തിയാം എഴുതിയോ? Yes, sir. Yes. എല്ലാവരും എഴുതി കഴിഞ്ഞോ? Yes. എല്ലാവരും എഴുതി കഴിഞ്ഞോ? Yes, sir. പ്രസ്തുത പങ്ക്തിയാം എന്ന് എഴുതി നമ്മള്. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ പോയിന്റ് കവിതയുടെ പേര്. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ആദ്യം പ്രസ്തുത പങ്ക്തിയാം, തന്നിട്ടുള്ള വരികൾ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കവിതയുടെ പേര്, ഉൽ ബനീഥിമ എന്ന കവിതയുടെ പേര് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ എന്താണ്? ഏത് കവിതയിൽ നിന്ന് എടുത്തതാണ് ആ കവിതയുടെ? നമ്മൾ എടുത്ത് പറഞ്ഞത് എന്താണ്? ഇൽ നിന്ന് എടുത്തതാണ്, കവിതയിൽ നിന്ന് എടുത്തതാണ്. അതാണ് മൂന്നാമത്തെ. എന്താണ്? കവിത സെ ലിയാ ഗയാ, കവിതയിൽ നിന്ന് എടുത്തതാണ്. ഇത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്താ അർത്ഥം? പ്രസ്തുത പങ്ക്തിയാം, തന്നിട്ടുള്ള വരികൾ, ഉൽ ബനീഥിമ, ഉൽ ബനീഥിമ എന്ന കവിത സെ, കവിതയിൽ നിന്ന്, ലിയാ ഗയാ എടുത്തതാണ്. ഫസ്റ്റ് പോയിന്റ് ആയോ? അപ്പോ ഫസ്റ്റ് പോയിന്റ് വരെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ തന്നിട്ടുള്ള 2 പോയിന്റ് ഉണ്ടല്ലോ, ചാപ്റ്ററിന് ബേസ് ചെയ്ത 2 പോയിന്റുകൾ. എന്താണ്? ഇത് ഒരു കവിതയാണ് എന്ന് പറഞ്ഞ പോയിന്റ്, അതാണ് എഴുതുന്നത്. എന്താണ്? യഹ് ഏക് കവിത ഹെ, ഇതൊരു കവിതയാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ ചെയ്തത്? ഈ കവിത എഴുതിയ ആള് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ ആര്? നരേന്ദ്ര പുണ്ഡിറ്റ്. ആ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണ്? ഇസ് കവിത കെ ലേഖക് इस कविता के लेखक हिंदी साहित्य के प्रमुख कवि नरेंद्र पुंडरीक है. ഇത്ര നിങ്ങൾ എഴുതിയെടുത്തോ എല്ലാവരും? Yes, sir. എല്ലാവരും എഴുതിയെടുത്തോ? എല്ലാവരും എഴുതിയെടുത്തതിനു ശേഷം ഒന്ന് അറിയിക്കാട്ടോ. അപ്പോ ഇത്രയും പോയിന്റ് ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു. നമ്മളിപ്പോ ഒരു 4 മാർക്കിന്റെ ഒരു ഇതാണ്. അതിൽ തന്നെ ഇപ്പൊ നമ്മള് കള്ളി വെച്ച് എഴുതുമ്പോൾ തന്നെ 1, 2, 3, 4, 5, 6 എന്റെ രീതിയിൽ തന്നെ 6 വരികളായി. അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതുമ്പോൾ തന്നെ എത്ര ആവും? ചുരുങ്ങിയത് ഒരു 4-5 വരികൾ അപ്പൊ തന്നെ വരും. ഇനി എന്താ എഴുതേണ്ടത്? ആ തന്നിട്ടുള്ള വരികളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ആശയവും ഉണ്ടാവില്ല. അതായത് നമുക്ക് ചിലപ്പോ ഒരുപാടൊന്നും എഴുതാൻ പറ്റൂല. അമ്മയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് കവിത പറയുന്നത്. നമ്മളെ കുറച്ച് ആശയങ്ങളൊക്കെ പറഞ്ഞു തരും. ആ സംഭവം എന്താ ചെയ്യുക? ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് നമ്മൾ ഗ്രാമർ, നമുക്ക് അറിയുന്ന ഗ്രാമർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഹിന്ദിയിൽ എഴുതാന്നാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഇനിയിപ്പോ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന എപ്പോഴാണ്?
നമ്മൾ ഗ്രാമർ എന്ന് പറഞ്ഞ സംഭവം പഠിക്കുമ്പോഴാണ്. നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ എടുക്കൂലേ, ആ സമയത്ത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു തരുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പൊ ബാക്കിയുള്ള 2-3 പോയിന്റ്, 2-3 പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കവിതയുടെ വരികൾ തന്നെ വേണമെങ്കിൽ എടുത്ത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ പറ്റുമെങ്കിൽ അതും എഴുതാം. ഇതിപ്പോ ഈ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കണ്ണും പൂട്ടി എഴുതാം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൽ ബനീതിമ എന്ന കവിതയുടെ ടിപ്പണി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ണും പൂട്ടി എഴുതാം. അതുപോലെ ഇനി വരുന്ന 3 കവിതകളില്ലേ, ആ കവിതകളും ഇതുപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മാറ്റേണ്ട കാര്യം ഒന്ന് മാത്രം, എന്താണ്, തലക്കെട്ട് ആ കവിതയുടെ പേര് വരണം. ഏത് കവിതയാണ് ഞാൻ അടുത്തെടുക്കാൻ പോകുന്നത്, ആ കവിതയുടെ പേരായിരിക്കും തലക്കെട്ട് വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഡെക്സിന്റെ പോർഷൻ എടുത്ത് നോക്കിയാൽ അതിൽ നമുക്ക് അടുത്തെടുക്കാൻ പോകുന്ന കവിത ഏതാണ്, ജീനെ കി കല എന്ന് പറഞ്ഞ കവിതയുണ്ട്. അതായത് 2ാമത്തെ യൂണിറ്റില് ജീനെ കി കല എന്ന് പറയുന്ന ഒരു കവിത വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ തലക്കെട്ട് ജീനെ കി കല എന്ന് എഴുതാം. അടുത്ത പോയിന്റ് എന്താണ്, ഇത് അതുപോലെ തന്നെ പ്രസ്തുത പങ്ക്തിയും അതുപോലെ തന്നെ എഴുതാം. ഉൽ ബനീതിമ എന്നുള്ളിടത്ത് ജീനെ കി കല എന്നാക്കി മാറ്റാം. ബാക്കി എന്താണ്, കവിയുടെ പേരുണ്ടല്ലോ, ആ പേര്, ആ ജീനെ കി കല എന്ന് പറയുന്ന കവിത എഴുതിയ ആളെ പേര് ഇവിടെ എഴുതി കൊടുക്കാം. ഇത്രയും ദീപ് ജലാവോ എന്നുള്ള കവിതയല്ലേ? ആ ദീപ് ജലാവോ ആണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ജീനെ കി കല എന്ന് പറഞ്ഞ കവിത വന്നു കഴിഞ്ഞാൽ പറയണ്ട, ദീപ് ജലാവോ എന്ന കവിതയാണ് അടുത്ത് നമുക്ക് പഠിക്കാവുന്നത്. ആ കവിത ഏത് കവിതയാണോ വരേണ്ടത്, ഇപ്പൊ ദീപ് ജലാവോ ആയാലും ജീനെ കി കല ആയാലും ഇനി നമുക്ക് വേറെ കവിതകൾ അതുപോലെ വരുന്നുണ്ട്. ഏത് കവിത വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, അവിടെ തലക്കെട്ടുള്ളിടത്ത് ആ കവിതയുടെ പേര് എഴുതി കൊടുക്കുക. ഉൽ ബനീതിമ എന്നുള്ള കവിതയുടെ പേരുള്ളിടത്ത് എന്ത് ചെയ്യുക, ദീപ് ജലാവോ എന്ന് എഴുതി കൊടുക്കുക. അടുത്ത എന്താണ്, ആ ദീപ് ജലാവോ എന്ന കവിത എഴുതിയ ആളാരാണോ അയാളുടെ പേര് എഴുതി കൊടുക്കുക. ബാക്കിയൊക്കെ സെയിം പ്രോസസ് ആണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ സ്വന്തമായിട്ട്? അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഉണ്ട്. എന്താണ്, നമുക്ക് പഠിക്കാനുള്ള 4 കവിതകളുടെ ഇത്തരത്തിലുള്ള ഫോർമാറ്റ് നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ.